ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം നിങ്ങളുടെ മുന്നിൽ എന്നെ ഉയർത്തപ്പെട്ടാൽ എന്നുള്ള ഒരു ചിന്താ വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനായിട്ട് വലിയവനായ ദൈവം എനിക്ക് നൽകിയ ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ഗാർഡനിൽ ഒരു ധനാഢ്യ കുടുംബം അവരുടെ അന്നത്തെ ദിവസത്തെ ആ പിക്നിക്ക് ആഘോഷിക്കുകയായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായ സാമഗ്രികളെല്ലാം ആ ഗാർഡനിൽ കൊണ്ടുവന്ന് വെച്ചു. അതുപോലെ തന്നെ കളിക്കുവാനുള്ള ഉപകരണങ്ങളെല്ലാം എടുത്തു വെച്ച് കുട്ടികളും ആ മാതാപിതാക്കൾ അവരുടെ സമയം ആ മനോഹരമായ പൂന്തോട്ടത്തിൽ അവരുടെ സമയം ചിലവഴിക്കുകയായിരുന്നു. ആ പൂന്തോട്ടത്തിൻ്റെ ഒരു വശത്ത് ഒരു ലേക്ക് ഉണ്ടായിരുന്നു, ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ ഈ കുട്ടികൾ വെള്ളത്തിലിറങ്ങി വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം അതിൽ ഒരു കുഞ്ഞ് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ ആ അല്പം ആഴമുള്ള പകുതിയിലേക്ക് പോയിട്ട് അവന് തിരിച്ചു വരുവാൻ പറ്റാതെ അവൻ വളരെയധികം ബുദ്ധിമുട്ടുകയും നിലവിളിക്കുകയും കുട്ടികളെല്ലാവരും ആർത്ത് വിളിച്ച് രക്ഷിക്കണേ എന്ന് അവിടുന്ന് വിളിച്ചു കൂവുകയും ചെയ്തു. ആ സമയത്ത് പൂന്തോട്ടക്കാരൻ അവിടെ ഇല്ലായിരുന്നു. എന്നാൽ ആ പൂന്തോട്ടത്തിൻ്റെ അതിൻ്റെ വാച്ച്മാനായി അല്ലെങ്കിൽ ആ പൂന്തോട്ടക്കാരൻ്റെ മകൻ അവിടെ പരിസരത്തുണ്ടായിരുന്നു. ഈ മകൻ ഈ സംഭവം കണ്ടിട്ട് അവൻ ദിനംതോറും അതിൽ നീന്തി കളിക്കുന്ന ഒരു കുളമായിരുന്നു. അവൻ പേടിയില്ലാതെ ഭയമില്ലാതെ അവൻ ആ പൂന്തോട്ടത്തിലുള്ള ആ കുളത്തിലേക്ക് എടുത്ത് ചാടി. ആ കുഞ്ഞ് വെള്ളത്തിൽ എപ്പോൾ വേണമെങ്കിലും മുങ്ങിപ്പോകും എന്നുള്ള അവസ്ഥയിൽ കിടന്ന് കൈയും കാലും വിട്ട് അടിക്കുന്ന അവൻ്റെ അരികിലേക്ക് ഇവൻ നീന്തിയെത്തി അവനെ ആ കുളത്തിൽ നിന്ന് അവനെ രക്ഷിച്ചു. ആ കുളത്തിൽ നിന്ന് ആ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ആ കുടുംബത്തിലുള്ള എല്ലാവരും വളരെയധികം ഈ കുഞ്ഞിനോട് നന്ദി പറഞ്ഞു. ആ സമയത്താണ് ആ ഗാർഡനർ അവിടെ കടന്നു വന്നത്. സംഭവങ്ങളെല്ലാം വിവരിച്ചു. നിങ്ങളുടെ മകൻ നല്ലവനാണ്, നിങ്ങളുടെ മകൻ എന്ത് ചെയ്യുന്നു, എന്താണ് എന്നുള്ള വിവരങ്ങളെല്ലാം അവിടെ ശേഖരിച്ചു. അപ്പോഴാണ് പൂന്തോട്ടക്കാരൻ പറയുന്നത്, ഞാൻ ദാരിദ്ര്യ അവസ്ഥയിലാണ്, എൻ്റെ കുഞ്ഞ് നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുഞ്ഞാണ്, എന്നാൽ പഠിപ്പിക്കാനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ സമയങ്ങളിൽ എന്നോടൊപ്പം ഈ തോട്ടത്തിൽ അവൻ വന്ന് ചിലവഴിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ധനാഢ്യ കുടുംബം അവർ പറഞ്ഞു, ഇനി മുതൽ നിങ്ങളുടെ മകൻ്റെ പഠനത്തിൻ്റെ ചിലവ് മുഴുവനും ഞങ്ങൾ വഹിച്ചു എന്ന് അറിയിച്ച് തുടർന്ന് സഹായിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം അവർ ചെയ്തു വന്നു. അങ്ങനെ ആ കുഞ്ഞും ആ പൂന്തോട്ടക്കാരൻ്റെ മകനും അവൻ പഠിക്കുവാനായിട്ട് തുടങ്ങി. പിന്നീട് അനേക വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ആ സമയത്ത് സർ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞ മഹൽ വ്യക്തി, അദ്ദേഹം സുഖമില്ലാത്ത അവസ്ഥയിൽ ഇംഗ്ലണ്ടിലായ ആ രാജകുടുംബം ഈ വിൻസ്റ്റൺ ചർച്ചിലിനെ രക്ഷിക്കുവാൻ വേണ്ടി, ചികിത്സിക്കുവാൻ വേണ്ടി ആ ദേശത്തിലെ ഏറ്റവും നല്ല ഒരു ഡോക്ടറിനെ അവിടെ കൊണ്ടുവരണമെന്ന് കൽപ്പിച്ചു. അവരുടെ ആ കൽപ്പന പ്രകാരം ആ ദേശത്തുള്ള ഏറ്റവും നല്ല ഒരു വൈദ്യനെ അവിടെ കൊണ്ടുവന്നു, ഒരു ഡോക്ടറിനെ അവിടെ കൊണ്ടുവന്നു. ആ ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ സ്റ്റീഫൻ ഫ്ലെമിംഗ് എന്നാണ്. ഈ ഡോക്ടർ സ്റ്റീഫൻ ഫ്ലെമിംഗ് കടന്നു വന്ന് അവിടെ ആ മഹൽ വ്യക്തി വിൻസ്റ്റൺ ചർച്ചിലിന് വേണ്ടി ചികിത്സകൾ അവിടെ ചെയ്ത് അദ്ദേഹത്തെ സൗഖ്യപ്പെടുത്തി. അപ്പോഴാണ് അവർ തമ്മിൽ സംസാരിച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു പൂന്തോട്ടത്തിൽ വെച്ച് ഒരു കുട്ടി എന്നെ രക്ഷിച്ചു, ആ കുട്ടി ആരാണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഡോക്ടർ സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞു, ആ കുട്ടി വേറെ ആരുമല്ല, ഞാനാണ് യജമാനനെ എന്ന് അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. അപ്പോൾ 2 പ്രാവശ്യം
ആ ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ ആ താഴ്ചയായ അവസ്ഥയിൽ നിന്ന് ഇവിടെ ഒരു വ്യക്തി തന്നെ ആ ഒരേ ഒരു വ്യക്തിയെ, വിൻസ്റ്റൺ ചർച്ചിലിനെ, ആ ജീവിതത്തിൽ നിന്ന് ആ ആഴ്ന്നു പോകുന്ന അല്ലെങ്കിൽ താഴ്ന്നു പോകുന്ന താളടിയാകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളുടെ ജീവിതത്തിലും ഇതേപോലെ ഏത് അവസ്ഥയിലായിരുന്നാലും ശരി, നമ്മൾ വീഴ്ച ഭവിച്ച് ഇനി ഒരിക്കലും പ്രത്യാശയില്ല എന്ന് ചിന്തിക്കുന്ന ഈ അവസ്ഥകളിൽ നമ്മളെ കൈപിടിച്ചുയർത്തുവാനായിട്ട് നമ്മൾക്ക് ഒരു വലിയ ഒരു രക്ഷകൻ നമുക്ക് ഉണ്ട് എന്നുള്ളത് കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ തിരുവെഴുത്തുകളിൽ നമുക്ക് പരിശോധിക്കാം. യോഹന്നാൻ 12-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം നമുക്ക് പരിശോധിക്കാം. യോഹന്നാൻ 12-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം ഇവിടെ പറയുന്നത്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എങ്കിലേക്ക് എല്ലാവരെയും ഞാൻ ആകർഷിക്കുമെന്ന് കർത്താവായ ദൈവം ഇവിടെ പ്രസ്താവിക്കുന്നതായ ഒരു വലിയൊരു പ്രസ്താവനയാണ്. അവൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ അവൻ എല്ലാവരെയും അവൻ്റെ ആ സന്നിധിയിലേക്ക് ദൈവം ഉയർത്തുമെന്ന് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയൊരു പ്രത്യാശയുടെ ഒരു മാർഗമാണ് അവൻ തുറന്നത് എന്ന് നാം കാണുന്നു. അവൻ സ്വർഗാരോഹണം ചെയ്ത് അവൻ സ്വർഗത്തിലേക്ക് അവൻ കടന്നുപോയപ്പോൾ, പ്രിയമുള്ളവരെ, എന്നേക്കുമായി യാതൊരുവിധ പ്രത്യാശയുമില്ലാതെ യാതൊരു മാർഗവുമില്ലാതെ നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിൽ ജനിക്കുന്നു, മരിക്കുന്നു എന്നുള്ള അങ്ങനെയുള്ള അവസ്ഥകൾ മാത്രമുണ്ടായിരുന്ന ഈ മനുഷ്യർക്ക് അവർക്ക് എന്നെന്നും നിത്യമായി കണ്ണീരും കഷ്ടതയും പ്രയാസവും പീഡനവും ഒന്നും തന്നെ ഇല്ലാതെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ഒരു അവസ്ഥ മനുഷ്യർക്ക് ഉണ്ടാകുന്നു. അതിനൊരു പോംവഴി, അതിനൊരു വലിയ വാതിൽ ഇവിടെ തുറന്നത് കർത്താവായ ദൈവമാണ്. പ്രിയമുള്ളവരെ, അവൻ വാക്ക് പാലിക്കുന്ന ദൈവമാണ്. അവൻ വീണ്ടും വരികയും നമ്മളെ അവൻ്റെ ആ സന്നിധിയിലേക്ക് ദൈവം ഉയർത്തുകയും ചെയ്യുമെന്നത് ഇവിടെ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മൾ ഭൂമിയിൽ നിന്ന് നാം ഏതവസ്ഥയിലായിരുന്നാലും ശരി, ദൈവം നമ്മളെ ഉയർത്തുവാനായിട്ട്, നമ്മളെ കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് ദൈവം അവൻ സന്നദ്ധനാണ് എന്നുള്ള കാര്യം ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ആ കർത്താവായ ദൈവം നമ്മളെ ഉയർത്തുവാൻ അവൻ എപ്പോഴും തയ്യാറായിരിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. സങ്കീർത്തനങ്ങൾ 86-ന്റെ 9-ാമത്തെ വാക്യം എന്താണ് പറയുന്നത് നോക്കാം. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും, അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം അവനുണ്ടാക്കിയ സകല ജാതികളും സകല വംശവും ഗോത്രവും ഭാഷയും ആയുള്ള എല്ലാ വ്യക്തികളും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തെ നമസ്കരിക്കുന്നതായ അനുഭവം ഉണ്ടാകും എന്ന് ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയിലൂടെ ദൈവം ഇവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് അവനോടുകൂടി ചേർക്കപ്പെടണമെന്നും അവനോടുകൂടി ഉയർത്തപ്പെടണമെന്നും അവൻ്റെ ആ സന്നിധിയിൽ എത്തിപ്പെടണമെന്നും നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, അങ്ങനെ ശരിയായ ഒരു വാഞ്ചയോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അവൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ഉയർത്തുമെന്നതിൽ സംശയമില്ല. സകല ജാതികളിലുമായുള്ളവരെ എല്ലാവരെയും ദൈവം അവൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാനായിട്ട് അവൻ തയ്യാറായിട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും അവൻ്റെ
ദൈവസന്നിധിയിൽ ചെന്ന് തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും. അവർ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും എന്നാണ് പറയുന്നത്. ദൈവം ഇതിൻ്റെ ഒരു വലിയൊരു വാഗ്ദത്തം തന്നെയാണ് ഇവിടെ ഈ വാക്യം നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതാണ്. അവൻ്റെ മുന്നിൽ സകലരും എത്തുന്നു. നാം അവൻ്റെ മുൻപിൽ എത്തുക മാത്രമല്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് നമ്മളൊരു കണക്ക് ബോധിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. ആയതിനാൽ നമ്മൾ അവൻ്റെ മുൻപിൽ എത്തുകയും അവനോട് കണക്ക് ബോധിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് വചനം ഇവിടെ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് തുടർന്ന് 1 കൊരിന്ത്യർ 6-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ എന്നാണ് പറയുന്നത്. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങളുടെ ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് പറയുന്നത്. നമ്മളുടെ ചിന്തകൾ കൊണ്ട് മാത്രമല്ല, നമ്മളുടെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നമ്മളുടെ മറ്റുള്ള തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറയുന്നു. നമ്മുടെ ശരീരം എന്താണ്? നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് നമ്മൾ കുടിക്കുന്നു, എന്ത് നമ്മൾ ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഈ ശരീരത്തെ തിരുനാമ മഹത്വത്തിനായി എടുത്ത് ഉപയോഗിക്കണമെന്ന് ഇവിടെ ആ ദൈവം നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഞാൻ ഈ വിഷയവുമായിട്ട് അനേകരുമായിട്ട് ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ, ഞാൻ ചെല്ലുന്ന കടകളിൽ, ഞാൻ ചെല്ലുന്ന പൊതുസ്ഥലങ്ങളിൽ പലരോടും വളരെ നർമ്മത്തിൽ തന്നെ ഞാൻ സംസാരിക്കാവുന്നത് പതിവാണ്. അനേകർ അവിടെ എന്താണ് വേദവാക്യം പറയുന്നല്ലോ. ചിലപ്പോൾ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഞാൻ പറയും, പന്നിയിറച്ചി വിൽക്കുന്ന കടകളിൽ അതിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ചിലരോട് ഞാൻ പറയും, വേദപുസ്തകം ഇപ്രകാരമാണല്ലോ പറയുന്നത്. എന്താണ് പറയുന്നത്? വേദപുസ്തകം പറയുന്നത് നമ്മൾ പന്നിയിറച്ചി കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണല്ലോ തിരുവെഴുത്തുകൾ പറഞ്ഞിരിക്കുന്നത് എന്ന് അവനോട് ഞാൻ പറയും. അതുകൊണ്ട് നമ്മൾ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും അത് എന്തായിരുന്നാലും ശരി, അതിനേക്കാൾ ഉപരി നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവത്തിൽ നമ്മൾ ജീവിക്കണം. പ്രിയമുള്ളവരെ, അവൻ്റെ സന്നിധിയിലേക്ക് നാം ചേർക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവൻ്റെ അങ്കിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമുക്ക് തുടർന്ന് നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇവിടെ പറയുന്നത് എന്താണ്? യോഹന്നാൻ 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവിടെ പറയുന്നത്, അവിടെ അവനൊരു അത്താഴം ഒരുക്കി, മാർത്ത ശുശ്രൂഷ ചെയ്തു, ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവൻ ആയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു വാക്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവിടെ ഒരു അത്താഴം ഒരുക്കി, മാർത്ത ശുശ്രൂഷ ചെയ്തു, ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവൻ ആയിരുന്നു. ലാസർ നേരത്തെ നോക്കുമ്പോൾ അവരുടെ മധ്യയിൽ ഇല്ലാത്തൊരുത്തനായിരുന്നു. അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു വിശേഷമായ ഒരു അനുഭവമാണ്. ലാസർ ഉയർത്തെഴുന്നേറ്റ് അവൻ വന്നപ്പോൾ അവരുടെ കൂടെ കഴിക്കുന്ന അത്താഴം, ആ ഒരു വിരുന്ന്, അത് ആദ്യമായിട്ടാണ് പ്രിയമുള്ളവരെ. ഇതൊരു വിശേഷമായ ഒരു വിരുന്നാണ്. ലാസറിനെ ദൈവം ഉയർത്തിയ ശേഷം അവരെല്ലാവരും കൂടി അവിടെ ഒരു അത്താഴത്തിന് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. നമ്മൾ എപ്പോഴും നമ്മളെന്താണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, ഇവിടെ കർത്താവായ ദൈവം വലിയൊരു അത്ഭുതം ചെയ്തിരിക്കുകയാണ്. ദേശം മുഴുവനും അറിഞ്ഞിരിക്കുന്നു. ലാസറിനെ കാണുവാനായിട്ട് അനേകർ അവിടെ കടന്നു വരുന്നു. അവിടെ ലാസറിനെ കണ്ട് അവർ സന്തോഷിക്കുന്നു. അതാ ലാസർ മരിച്ചവനായി കാണപ്പെട്ടു, കല്ലറയിൽ അടക്കപ്പെട്ടു. ഇതാ ദൈവം യേശു ആ ഗ്രാമത്തിലേക്ക് കടന്നു വന്ന് അവനെ ഉയർപ്പിച്ചിരിക്കുന്നു. ഇവിടെ അവർ ഒരുമിച്ച് അത്താഴം കഴിക്കുന്ന
ആനന്ദകരമായ അനുഭവം. പ്രിയമുള്ളവരെ, നമുക്കും ഇങ്ങനെയുള്ളതായ ആനന്ദകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ താളടിയായി പോകുന്നു എന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തി എന്ന വലിയൊരു സാക്ഷ്യത്തിൻ്റെ ഉടമകളായി മാറുവാനും മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ചങ്കുറ്റത്തോടുകൂടി എൻ്റെ ദൈവമാണ് ഇതിന് കാരണമെന്ന് പറയുവാനും, എന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് ആ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ, അവൻ്റെയായ കൃപയാൽ, അവൻ്റെയായ വഴി നടത്തിപ്പാൽ, അവൻ്റെയായ അനുഗ്രഹത്താൽ അവൻ എന്നെ ഉയർത്തിയിരിക്കുന്നു എന്ന് വലിയ സാക്ഷ്യം പങ്കിടുവാനായിട്ട് ദൈവം നിനക്ക് അവസരം തരും. നിശ്ചയം അവനെ വിശ്വസിക്കുക, അവനെ ഏറ്റുകൊള്ളുക, അവനെ അംഗീകരിക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് അനേകരുടെ മുന്നിൽ വലിയൊരു സാക്ഷ്യം പകരുവാനായിട്ട് എൻ്റെ ദൈവം ഇതാ എന്നെ ഉയർത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, എത്രയോ വ്യാപാരികൾ, എത്രയോ വലിയ ധനാഠ്യന്മാർ, അവർ ദൈവമാണ് എന്നെ ഇപ്രകാരം ദൈവം എന്നെ ഉയർത്തിയിരിക്കുന്നെന്ന് എത്രയോ വ്യക്തികൾ സാക്ഷ്യം പകർന്ന അനുഭവങ്ങൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ലാസറുവും ആ മാർത്ത ശുശ്രൂഷ ചെയ്യുന്ന അനുഭവം, ലാസറു അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവൻ ആയിരുന്നു. അപ്പോൾ എന്താണ് അവിടെ നോക്കുന്നത്? അവിടെ ഒരു വ്യത്യസ്തമായ ഒരു സംഭവം അവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇവിടെ 28-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 28-ാമത്തെ വാക്യത്തിലേക്ക്, അവിടെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. തിരുനാമത്തെ, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത്, ആ കർത്താവായ യേശു ക്രിസ്തു മഹത്വപ്പെടുത്തുന്ന അനുഭവം അവിടെ പിതാവായ ദൈവം അത് അംഗീകരിക്കുകയും അത് ഇനിയും അവനെ മഹത്വപ്പെടുത്തും എന്നുള്ള ശബ്ദവും അവിടെ കേൾക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ അവൻ നമ്മളെ ഉയർത്തുന്നത് മാത്രമല്ല, അവൻ മഹത്വീകരിക്കുവാനും അവൻ ആഗ്രഹിക്കുന്നു. അവനുണ്ടായതായ അനുഭവം നമ്മളിലേക്കും പകരുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിനാൽ നമ്മൾ അവൻ്റെ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും അവനോടുകൂടി ഉയർത്തപ്പെടുന്നതായ അനുഭവങ്ങളിലേക്ക് നമ്മൾ നീങ്ങേണ്ടതാകുന്നു. നമ്മൾ അടുത്ത വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. 1 പത്രോസ് 4:16 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 1 പത്രോസ് 4:16 വാക്യം ഇപ്രകാരം പറയുന്നു. ക്രിസ്തുവിനായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത് എന്നാണ് പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ വന്നാലോ അത് ഒരിക്കലും നമ്മളതൊരു നിന്ദയായി നമ്മൾ കരുതരുത്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക അതൊരു അനുഗ്രഹമായി നമ്മൾ എപ്പോഴും കരുതണം. നാം അവനോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം കഷ്ടം സഹിക്കുവാനായിട്ട് ലജ്ജിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. നാം ഒരിക്കലും ലജ്ജിക്കുന്ന അനുഭവം നമ്മൾ ഉണ്ടാകാതെ അവനോടുകൂടി കഷ്ടം സഹിക്കുന്നവരായി തന്നെ നമ്മൾ ജീവിക്കണം. പ്രിയമുള്ളവരെ, അവൻ്റെ ആ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് അല്പം കഷ്ടവും അല്പം പ്രയാസവും നമുക്ക് അല്പം ദുരിതവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ഈ കഷ്ടതയിൽ നിന്നെല്ലാം നമ്മൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ, നമ്മൾ അവനോടുകൂടി ഉയർത്തപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഷ്ടം സഹിക്കുവാനായിട്ട് തയ്യാറുള്ളവരായിരിക്കണം. അവൻ്റെ ശുശ്രൂഷയിൽ നമ്മളും പങ്കാളികളാകുന്നത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ്, അതൊരു അവസരമാണ് പ്രിയപ്പെട്ടവരെ. ആയതിനാൽ ക്രിസ്തു യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് നീ ഒരു വലിയ നിന്ദയായി അല്ലെങ്കിൽ ലജ്ജാകരമായ ഒരു അനുഭവമായി ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, നീ ചിന്തിക്കരുത്.
ഉണ്ടാകരുത്. അങ്ങനെ നീ അവന് വേണ്ടി നീ എന്താണ് ലജ്ജിക്കുകയാണെങ്കിൽ, അവനെ ചൊല്ലി നീ ലജ്ജിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിന്നെയും ചൊല്ലി, നിന്നെയും നിൻ്റെ പേരിൽ നിമിത്തവും നിന്നെയും ചൊല്ലി ലജ്ജിക്കുന്നതായ അനുഭവം ഉണ്ടാകും. പ്രിയമുള്ളവരെ, യേശുവിന് വേണ്ടി ആനന്ദകരമായി സന്തോഷകരമായി എൻ്റെ യേശുവിന് വേണ്ടി ഈ കഷ്ടത സഹിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ദൈവം നമ്മളെ അവൻ്റെ മുന്നിൽ നമ്മൾ എത്തുമ്പോൾ ലജ്ജിക്കേണ്ടായ അനുഭവം ഉണ്ടാകുകയില്ല. എന്നാൽ അവൻ നമ്മളെ ചൊല്ലി വളരെയധികം ആനന്ദിക്കുന്ന അനുഭവം തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ആയതിനാൽ നമുക്ക് നമ്മളുടെ കർത്താവായ ദൈവത്തിനു വേണ്ടി എപ്പോഴും നമ്മൾ കഷ്ടം സഹിക്കുവാനായിട്ട് നാം എന്താണ് തയ്യാറുള്ളവരായിരിക്കണം എന്ന് വചനം പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവരായി നമ്മൾ കാണപ്പെടണം. അങ്ങനെ നാം ഒരിക്കലും ലജ്ജിക്കാൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകരുത്. നമ്മൾ തുറന്ന് നമുക്ക് വായിക്കാം. എഫേസ്യർ 5:20 നമുക്ക് വായിക്കാം. എഫേസ്യർ 5:20 ഇവിടെ വാക്യം പറയുന്നത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും വേണ്ടി എപ്പോഴും നമ്മൾ സ്തോത്രം ചെയ്യുന്ന അനുഭവം ഉണ്ടാകണം എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മൾ സ്തോത്രം ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെതായ പ്രാർത്ഥന. വീണ്ടും 12 യോഹന്നാൻ 12 അധ്യായം അതിന് 32 വാക്യത്തിലേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ ശ്രദ്ധ നമ്മൾ തിരിക്കുമ്പോൾ 12:32 വാക്യത്തിൽ, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും ഇതിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് എന്താണ്? ഇത് താൻ 33 വാക്യം, ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞത്രേ എന്ന് പുരുഷാരം അവനോട്, ക്രിസ്തു എന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ച് കേട്ടിരിക്കുന്നു എന്ന് അവിടെ 34 വാക്യത്തിലൂടെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പിന്നെ ആ മനുഷ്യപുത്രൻ അവൻ ഉയർത്തപ്പെടുമ്പോൾ എന്താണ് പറയുന്നത്? 34 ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിന് നീയും പറയുന്നത് എങ്ങനെ? മനുഷ്യപുത്രന് ആർ എന്നവിടെ ജനം ചോദിക്കുന്നതായി കാണുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടാകുന്നു എന്നവിടെ പറയുന്നു. യേശു കർത്താവായ ദൈവം അവൻ ഉയർത്തപ്പെട്ടാൽ നമ്മളും അവനോടുകൂടെ അവൻ ഉയർത്തപ്പെടുമെന്നുള്ള ആ സത്യം ജനം ഗ്രഹിക്കുവാനായിട്ട്, അവരെ തിരിച്ചറിയുവാനായിട്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് അവനും അവനോടുകൂടെ ചേർക്കപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി വാഞ്ചയോടുകൂടി ആയിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ ആകർഷിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം യേശുവിന് വേണ്ടി ആ പരീക്ഷണങ്ങൾ സഹിക്കുന്നവരായി, ഒരിക്കലും ലജ്ജിക്കുവാനായിട്ട് നമ്മൾ വൈമഷ്യം കാണിക്കാത്തവരായി, നമ്മൾ അവന് വേണ്ടി കഷ്ടം സഹിക്കുന്നവരായി ജീവിപ്പാനും നമ്മളുടെ ജീവിതത്തെ കൊണ്ട് അവന് മഹത്വമുണ്ടാകുവാനായുള്ള അനുഭവങ്ങൾ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, എന്നാൽ നമുക്ക് ദൈവത്തോടുകൂടി ഉയർത്തപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയത്തിനായി സ്തോത്രം കർത്താവേ. ദൈവമേ, നീ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ അടിയങ്ങളെയും നീ ചേർത്തുകൊള്ളുമെന്ന് അടിയങ്ങൾക്ക് വലിയൊരു വാഗ്ദത്വം നൽകിയിരിക്കുന്നതിനായ സ്തോത്രം. അടിയങ്ങളെ വഴി നടത്തണമേ, അനുഗ്രഹിക്കണമേ, അങ്ങയോടുകൂടി അടിയങ്ങളെ ചേർത്തുകൊള്ളണമേ. യേശുവിൻ്റെ ധന്യനാമത്തിൽ യാചിച്ചുകൊള്ളുന്നു പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ. ആമേൻ.